കുഞ്ഞ് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ആകുലപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമുക്ക് പ്രോപ്പറായിട്ട് വീട്ടിലൊരു ഡയറ്ററി അസസ്മെൻറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കുഞ്ഞിന് 1 വയസ്സിന് ശേഷം എന്തൊക്കെ ഭക്ഷണം നൽകുന്നു, എത്ര തവണ നൽകുന്നു, നൽകുന്ന ഭക്ഷണത്തിൻ്റെ കൺസിസ്റ്റൻസി, ക്വാണ്ടിറ്റി, പോഷകസമൃദ്ധമായിട്ടുള്ള എനർജി ഡെൻസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ആണോ നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് അവലോകനം ചെയ്യുക. ചില പേരൻസ് അവരുടെ ഒരു സൈക്കോളജിക്കൽ തോട്ട് പ്രോസസ്സ് ഉണ്ട്. എൻ്റെ കൊച്ചിന് ഇന്ന ഭക്ഷണങ്ങൾ ഇഷ്ടമല്ല, കൊച്ച് ഇന്ന ഭക്ഷണമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനം മാത്രം കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് ഉള്ള ഫുഡ് കൊടുക്കാതെ ജങ്ക് ഫുഡ്സ് തന്നെ കൊടുത്ത്, അതായത് കൊച്ചു വേഗം വളരാൻ, കൊച്ചിന് ആരോഗ്യം വരാൻ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സ്വയം മനസ്സിലാക്കുക, എൻ്റെ കുഞ്ഞ് ഇന്ന സാധനമേ കഴിക്കുകയുള്ളൂ, വറപൊരിയെ കഴിക്കുകയുള്ളൂ, ബേക്കറി സാധനങ്ങളെ കഴിക്കുകയുള്ളൂ. നമ്മളാണ് നമ്മുടെ മക്കൾക്ക് നല്ലത് കാണിച്ചു കൊടുത്ത് അവരെ ശീലിപ്പിച്ചെടുക്കേണ്ടത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോഷകസമൃദ്ധമല്ലാത്ത, എനർജി ഡെൻസ് അല്ലാത്ത, യാതൊരു ന്യൂട്രീറ്റീവ് വാല്യൂം ഇല്ലാത്ത ഫുഡ് ഐറ്റംസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അവർക്ക് ഭാവിയിലോട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക. ഹോം ബേസ്ഡ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, മായമില്ലാത്ത ഓർഗാനിക് ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് കുഞ്ഞിന് അബ്സോർബ് ആവാത്ത തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞിന് വയറിളക്കം, ഛർദി, കുഞ്ഞിന് എന്തെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, വിളർച്ച, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ്, എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് ചെയ്യുക. കൃത്യമായിട്ട് ഇളക്കത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ബിക്കോസ് കുഞ്ഞുങ്ങൾ ഓടിച്ചാടി നടക്കുന്നതാകുമ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങൾ വരികയും ചെയ്യാം. നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്